വിവാദങ്ങൾ ഒരുപാട് നിലനിൽക്കെ ആദ്യ UDF യോഗം നാളെ. മദ്യനയത്തിലടക്കം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഏകപക്ഷീയമായ നിലപാട്, ബോർഡ് കോർപ്പറേഷൻ വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും. VD സർക്കാരിന് മേൽ ഘടകകക്ഷികൾ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിലാണ് മുന്നണി യോഗം വിളിക്കാൻ തീരുമാനിച്ചത്. ശാലിനി വിവരങ്ങളുമായി ചേരുകയാണ്. ശാലിനി, മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, PMCയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നാളത്തെ UDF യോഗത്തിൽ ചർച്ചയാകുമോ? ഘടകകക്ഷികൾക്ക് പല കാര്യങ്ങളിലുമുള്ള അതൃപ്തികൾ അവർ നാളത്തെ യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുമെന്നാണോ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായും ഗൗതം, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് UDF സർക്കാർ അധികാരത്തിലേറി ഏകദേശം 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെയും UDFിൻ്റെ ഒരു അടിയന്തര യോഗമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യോഗങ്ങളോ ഒന്നും തന്നെ ചേർന്നിരുന്നില്ല. KPCC അധ്യക്ഷനടക്കമുള്ളവർ ഇല്ലാതിരിക്കുന്ന സാഹചര്യം, അങ്ങനെ വലിയ രീതിയിലുള്ള ആശങ്കകൾ, പ്രതിഷേധങ്ങൾ, വിവാദങ്ങളൊക്കെ ഉയരുന്നു. സർക്കാരിനെതിരെ പല വിഷയങ്ങളിലും വിവാദങ്ങൾ ഉയർന്ന നടപടികൾ, വിവാദ നിയമനങ്ങളടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഇതൊക്കെ നാളത്തെ UDF യോഗം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ ബോർഡുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഒപ്പം തന്നെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ PMC അടക്കമുള്ള വിഷയങ്ങളിലെ സർക്കാർ നിലപാട്, കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടിന് വിരുദ്ധമായി എടുത്തിട്ടുള്ള പല കാര്യങ്ങളിലെയും തീരുമാനങ്ങൾ, ഇതൊക്കെ കൂടിയാലോചനകൾക്ക് ശേഷമാണോ VD സതീശൻ ഒറ്റയ്ക്ക് ഒരു സർക്കാർ എന്ന രീതിയിൽ പ്രതികരിക്കുന്നു, അത്തരത്തിൽ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ മുന്നണിക്കുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ നാളത്തെ UDF യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരെയും പരിഗണിക്കാതെ, പലരെയും നോക്കാതെ UDF ഒറ്റ തീരുമാനമായി അല്ലെങ്കിൽ UDFിൻ്റെ തീരുമാനമായി അതിൻ്റെ ശബ്ദമായി VD സതീശൻ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഗുരുതരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത്. അത് മാത്രമല്ല, വിവിധ ഘടകകക്ഷികളടക്കമുള്ളവർ ഈ യോഗം വിളിക്കണമെന്നുള്ളൊരു ആവശ്യം കുറച്ച് ദിവസങ്ങളായി പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം, UDFിൻ്റെ നേതൃത്വം പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ പരിഗണനയ്ക്ക് വരും. എന്തായാലും വലിയ രീതിയിലുള്ള തമ്മിൽത്തല്ലും വലിയ രീതിയിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രധാനമായും VD സതീശിനെതിരെ ഒരു വിഭാഗം ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ട്. വിവിധ വിഷയങ്ങളിൽ നിലപാട് പരസ്യമാക്കി തന്നെ പല നേതാക്കന്മാരും രംഗത്ത് വരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരടക്കമുള്ളവർ VD സതീശിനെ എതിർത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കുന്നു. ഇതൊക്കെ നാളത്തെ UDF യോഗം ചർച്ച ചെയ്യും. വിവിധ ബോർഡുകളുടെ നിയമനങ്ങൾ, ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, നിയമനങ്ങൾ, പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അടക്കമുള്ളവരുടെ നിയമനങ്ങൾ വിവാദമായ സാഹചര്യം, ഇതടക്കമുള്ള കാര്യങ്ങളും നാളെ വരും. പ്രധാനമായും PMC വിഷയത്തിലെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുമായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി വരിക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് 2 മാസങ്ങൾക്ക് ശേഷം നാളെ UDF യോഗം ചേരുന്നത്. ഗൗതം.